കേരളത്തിൽ ഇന്ത്യ മുന്നണി നിലവിൽ വന്നോ? അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നതായി നമുക്ക് കാണേണ്ടി വരും. ഇത് പറയാനുള്ള കാരണം, കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു മുന്നണിയിലാണ്. കേരളത്തിൽ മാത്രം ഇവർ രണ്ടുപേരും നേർക്കുനേർ പോരാടുകയാണ്. ഇതുവരെ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇലക്ഷനുകളിലൊക്കെ തന്നെ കേരളത്തിൽ മാത്രം ഇവർ തമ്മിൽ ചർച്ചയില്ല. കേരളത്തിന് പുറത്ത് വാളയാറ് കടന്നാൽ ഇവരെല്ലാവരും ഒന്നാണ്, മുസ്ലിം ലീഗും CPM-ഉം കോൺഗ്രസും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, അതായത് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഇപ്പോൾ വേറെ ഒരു ഭാഗത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട്. അവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് ഈ DMK. കാരണം 10 MP-മാർ 20 MP-മാരൊക്കെ എന്നുള്ളത് DMK പോലെയുള്ള പാർട്ടികളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ DMK ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. കാരണം DMKക്ക് മനസ്സിലായി ഇതിൻ്റെ ഒപ്പം നടന്നാൽ വലിയ ഗുണം പിടിക്കില്ല എന്ന്. അതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ ആ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയായിരുന്നു സത്യം. സത്യത്തിൽ BJPയെ എതിർക്കുന്ന പ്രധാന കക്ഷി എന്ന് പറയുന്ന പാർട്ടികളല്ല ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംഭവമായിരുന്നു. എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. ആ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും മറ്റുള്ള ഓരോ പ്രാദേശിക പാർട്ടികളും ഓരോ സംസ്ഥാനത്ത് പോയാൽ ഉണ്ടാവും. അവരൊക്കെ അതിൽ അംഗങ്ങളാണ്. ആ അംഗങ്ങളെ വെച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിദേശ ശക്തികളുടെ സപ്പോർട്ടോടുകൂടി ഇല്ലാത്ത നുണക്കഥകളൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ പഠിച്ച പണി 18 നോക്കി ആ BJP മുന്നണിയെ ഇറക്കാൻ നോക്കി. തൽക്കാലം അത് ഇറങ്ങിയില്ല. എന്നിട്ടും മന്ത്രിസഭ ഉണ്ടാക്കാൻ ഈ ഇന്ത്യ മുന്നണി ഡൽഹിയിൽ അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഒത്തുകൂടുകയൊക്കെ ഉണ്ടായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്നിട്ടും മന്ത്രിസഭ ഉണ്ടാക്കാൻ നോക്കി, ഭൂരിപക്ഷം ഇല്ലാതെ. അതാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, കേരളത്തിൽ ഇന്ത്യ മുന്നണി നിലവിൽ ഉണ്ടോ അതോ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ നോട്ടം. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല. CPM-ഉം കോൺഗ്രസും വളരെ നേരെ പോരാടുക തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷനും കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ തോതിൽ അല്ലെങ്കിലും വലിയ തോതിൽ തന്നെ എന്ന് നമുക്ക് പറയാം ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന് കാരണം BJP പല പഞ്ചായത്തുകളും ഭരിക്കുന്നുണ്ട്, ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്. പുതിയതായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ BJPയെ ഇനി ഒഴിവാക്കണമെങ്കിൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു തീരുമാനത്തിലെത്തി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സാഹചര്യവും വിവരങ്ങളും വെച്ച് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം പല മുനിസിപ്പാലിറ്റികളും ഈ തിരുവനന്തപുരം കോർപ്പറേഷനും ഒക്കെ തന്നെ ശരിയായ ഭൂരിപക്ഷം BJPക്ക് ഇല്ലാതെയാണ് ഭരണത്തിലുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി BJP ആയ കാരണം ആണ് BJP അവിടെ ഭരണത്തിൽ നിൽക്കുന്നത്. അവിടെ ഈ CPM-ഉം കോൺഗ്രസും അവർ തമ്മിലുള്ള പോരും നേരിട്ടുള്ള അവരുടെ തമ്മിലുള്ള ശത്രുതയും കാരണം അവരൊന്നിക്കില്ല. ആ ഒരു ഗ്യാപ്പിലാണ് ഇവിടെയൊക്കെ BJP ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ ഭരിക്കുന്നതും അല്ലെങ്കിൽ ആ പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2-3 സ്ഥലങ്ങളിൽ, അതായത് പാലായിലാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഭരണങ്ങാനം എന്ന പഞ്ചായത്തിൽ BJPനെ വീഴ്ത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങിയാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഈ പറഞ്ഞ 2 സ്ഥലത്തും ഒന്നായി. ആ ഒന്നാകുമ്പോഴാണ് BJPക്ക് ആ സ്ഥാനം പോകുന്നത്. ഇപ്പോൾ 2 സ്ഥലത്ത് അത് ആൾറെഡി വന്നു കഴിഞ്ഞു.
അങ്ങനെ വരുമ്പോൾ പല പഞ്ചായത്തിലും ഇതുണ്ട്, പല മുനിസിപ്പാലിറ്റിയിലും ഇതുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒരു പരിധി വരെ ഇത് തന്നെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി കേരളത്തിൽ ശക്തമാകുന്നു എന്ന് വേണം ഈ സൂചനകൾ നൽകുന്നത്. ഒരു പക്ഷേ ഇനി ഈ അടുത്തതായിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനും ഒരു പക്ഷേ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി BJPയെ പുറത്താക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. അതുതന്നെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പല മുനിസിപ്പാലിറ്റിയും BJP ഭരിക്കുന്ന പല സ്ഥലത്തും ഈ മൂവ്മെൻറ്റ് വന്നാൽ BJPക്ക് അധികാരം ഒഴിയേണ്ടി വരും. അപ്പോൾ ഇവർ ഒന്നിക്കുമ്പോൾ, അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇതെന്തായാലും അവസാനം ഒന്നിക്കേണ്ടി വരും എന്ന് മുന്നേ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് തൽക്കാലം ഒന്നിക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്നിക്കുമ്പോൾ അധികാരം കിട്ടുമ്പോൾ കക്കുന്ന പൈസ രണ്ടായി വിഭജിക്കേണ്ടി വരും. അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി അധികാരത്തിൽ വന്നാൽ അവിടെ നിന്ന് കക്കുന്ന പൈസ രണ്ടും വിഭജിച്ചെടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് ഒറ്റയ്ക്കും കോൺഗ്രസ് ഒറ്റയ്ക്കും, അതായത് UDF LDF ആയി നിന്നിട്ട് മത്സരിച്ച് അധികാരം പിടിക്കുന്നത്. ഇനി അത് പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യം പോകുന്നു, ജനം മനസ്സിലാക്കിയെന്ന് കണ്ടാൽ ഇവർ ഒന്നിക്കുക തന്നെ ചെയ്യും. ആ ഒന്നിക്കുമ്പോൾ ഒരു പ്രശ്നമേ ഉള്ളൂ, കക്കുന്ന കാശ് ഷെയർ ചെയ്യണം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 800 കോടി വയനാട്ടിൽ പിരിച്ചു, അത് 800 ഒറ്റയ്ക്ക് കയ്യിൽ വെച്ചല്ലോ, അത് 400 പിരിക്കേണ്ടി വരും. 400 പകുതിയാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ബുദ്ധിമുട്ട് കാരണമാണ് ഈ നേരിട്ട് പൊരുതിയിരുന്നത്. ആ ഇനി ഈ പൊരുതിയാൽ ചിലപ്പോൾ മൊത്തം പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കാം ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണി ഇവിടെ രൂപപ്പെടാൻ തുടങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടി തന്നെയാണ് പാലായിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഭരണങ്ങാനം പഞ്ചായത്തിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് അവിശ്വാസം കൊണ്ടുവന്നു. ഇനി എവിടെയൊക്കെയാണ് വരും ദിനങ്ങളിൽ കേരളത്തിൽ അവിശ്വാസ പ്രമേയം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒത്തുകൂടി കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു സൂചന തന്നെയാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണി ആക്റ്റീവാകുന്നു എന്ന് തന്നെയാണ് സൂചന. ഇതിന് മുൻകൈ എടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ ഭാഗത്തു നിന്നും കൂടിയാണ്. കാരണം കോൺഗ്രസ്സിൽ ഇപ്പോഴും പ്രശ്നമാണ്. കേരളത്തിൽ KPCC പ്രസിഡന്റിനെ ഇതുവരെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. വലിയ ഒരു കോളിളക്കം അവിടെയും പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഒത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ആണ് ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി CPM പുറത്തെടുത്തുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്തു തന്നെയായാലും നമ്മൾ കണ്ടുകഴിഞ്ഞു, പാലായിലും ഭരണങ്ങാനത്തും CPMും കോൺഗ്രസും ഒന്നിച്ച് BJPയെ പുറത്താക്കിയ കഥ. പാലായിൽ BJP അല്ല, സ്വതന്ത്ര മുന്നണിയായിട്ടാണ്. കഴിഞ്ഞ ഇലക്ഷനിലാണ് ഇവർ BJPയുടെ സ്ഥാനാർത്ഥി. ഈ പ്രാവശ്യം അവർ സ്വതന്ത്രരായി മത്സരിച്ചവരാണ്. ആ സ്വതന്ത്രരെ അവിടുത്തെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ടായത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവർ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥികൾ തന്നെ ആയിരുന്നു. എന്തൊക്കെ തന്നെയായാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒത്തുകൊണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യ മുന്നണി ശക്തമാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും.